വേണ്ട എന്താ കാശിൻ്റെ കാര്യം വല്ലതും ആയാ അവരെന്നലെ വിളിച്ചായിരുന്നു കാലത്തും വിളിച്ചായിരുന്നു നോക്കാം. നോക്കിയാ പോരാ ശരിയാക്കണം അല്ല മോൻസേ ആ മോൻ പോയി വിളിച്ചിട്ട് വാ. ഓ അവിടെ രണ്ടു കൂടെ ഒന്നും ഇരിക്കത്തില്ല വലിയ സൂപ്പർ മാർക്കറ്റ് മുതലാളിയല്ലേ എൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് വന്ന് കയറി വേണ അവനോട് ഇതൊക്കെ പറയണോ? നിങ്ങൾക്ക് കുറച്ച് സമാധാനം കൊടുത്തൂടെ? ഓ ഓ മോനെ ബ്രോക്കർ ബാബുക്കുട്ടൻ വന്നിരുന്നു. ഷോപ്പിൽ വന്നപ്പോൾ നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാണ് അവർ പറയുന്നേ. ഇത്രയും കാശ് എവിടുന്നാ മക്കളെ? അതിനെപ്പറ്റി ഞാനും ആലോചിക്കുന്നത്. അങ്കിളെ ഇത് സിജോ. ഹായ്. ഹായ്. ഹലോ. ഹലോ. വാ അകത്തിരി. ആ ആ ഓക്കെ. മോളെ വല്ലപ്പോഴും ഇതിലേക്ക് വരണം കേട്ടോ, അല്ല വഴി മറന്നു പോകും. ചായ. നമ്മളെ ചായ കുടിക്ക്. ചൂടാണേ. അമ്പതെന്നല്ലേ പറഞ്ഞത്? ആ 50. എക്സ് ഓക്കെ, ഇത് മതിയാവും കേട്ടോ. ആ ഈ ലോൺ നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ എത്ര ദിവസത്തെ താമസം? അത് ബാങ്കിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ആ ഒരു 3-4 വീക്ക് എടുക്കും. സിച്ചോ നാളെ രാവിലെ ബാങ്കിലോട്ട് ഇറങ്ങാം. എപ്പോഴത്തേക്ക് വരും സാറ്? രാവിലെ ഒരു 10:30 മണിക്ക് ബാങ്ക് ടൈമിൽ എത്തിയാൽ മതി. ഓ ആ ശരി ശരി. അങ്കിളെ ഒന്ന് സ്പീഡപ്പ് ആക്കണേ. കല്യാണ ആവശ്യത്തിനല്ലേ, സ്പീഡാക്കാം. ഡോണ്ട് വറി താങ്ക് യു സാർ. കേട്ടോ, ടെൻഷൻ വേണ്ട. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായിരിക്കട്ടെ. നമ്മുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക.
മോനെ അലക്സേ, നിനക്ക് ഗൾഫിൽ ബിസിനസ് ആണെന്ന് പറഞ്ഞു. ഞാനൊന്ന് തിരക്ക് കാരണം വിശദമായി ചോദിച്ചില്ല. എന്ത് ബിസിനസ്സാ? പപ്പ, എനിക്ക് സ്വർണത്തിൻ്റെ ബിസിനസ്സായിരുന്നു. ആ, ഇപ്പോൾ ഈ 3D പ്രിൻറ്റിങ് മെഷീൻ്റെ ഇൻസ്റ്റലേഷൻ. ആ ആ, ഓ, നല്ല പരിപാടിയാ. എന്നാ നമുക്ക് ഓരോന്ന് കഴിക്കാല്ലേ? ഒഴിക്കുമോ? അല്ല, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കാറില്ല. സത്യം, ഞാൻ കഴിക്കാറില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ? ആ, എന്നാ ശരി, എന്നാ വേണ്ട. ഈ കല്യാണത്തിൻ്റെ പരിപാടി കഴിഞ്ഞോണ്ടേ ഞാൻ കുറച്ച് ടയർഡാ. ഞാനൊന്ന് പോയി ഫ്രഷ് ആയിക്കോട്ടെ. ആ ആ, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ. All the best. ആയിക്കോട്ടെ. വീട്ടിൽ വിളിച്ചോ? ആ, വിളിച്ചു. മമ്മയ്ക്ക് ആകെ ഒരു മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. പൊതുവെ ജിദ്ദയിൽ നേരെ എയർപോർട്ട് നേരെ വീട്, അതാണ് റൊട്ടീൻ. ഞാൻ നാട്ടിലങ്ങനെ കറങ്ങാനൊന്നും പോറില്ല. തിരിച്ചു അതുപോലെ തന്നെയാണല്ലോ. സാരമില്ല, നാളെ കഴിഞ്ഞ് അങ്ങോട്ടല്ലേ ഇപ്പൊ വന്നേ. ഇരിക്കേ. അല്ല, നമ്മൾ രണ്ടുപേരൂടെ നാളെ കാലത്തുനിന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ സന്തോഷമാവും. ആ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചായിരുന്നോ? ആ, വെച്ചിട്ടുണ്ട്. ആട്ട് പാമ്പേ, ആട്ടാട്ട് പാമ്പേ, ഡാ, ആട്ടാട്ട് പാമ്പേ. എന്റെ പപ്പ ഒച്ച ഉണ്ടാക്കുക പപ്പ. അലക്സ് ആദ്യമായിട്ട് വന്നതല്ലേ നമ്മുടെ വീട്ടിലോട്ട്. ഇന്നെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ആ, എടാ ഇന്ന് അടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ അടിക്കാ? ഇന്നേ എന്റെ സാന്ദ്രക്കൊച്ചന്റെ കല്യാണം കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് അടിച്ചിരിക്കും. എന്തോന്ന് വെച്ചാ കാണിക്കും? ഒടിക്കോ പിടിക്കോ പറഞ്ഞാലും ഒരു സൂപ്പർവൈസർ മേധാവി. ഓടറാ. ആട്ട് പാമ്പേ, ആട്ടാട്ട് പാമ്പേ. ഒഴിയടാ. അളിയ കൂമ്പ് പാട്ടല്ലേ? പോടെ. മുമ്പ് പോയിട്ടില്ല, എന്താ പിടിച്ചത് പുളിങ്ങൊമ്പലല്ലേ? പുളിങ്ങമ്പോ നല്ല ഒന്നാന്തരം ചന്ദനമുട്ടി. പറയാനുണ്ടോ അളിയ? നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അളിയാ, നിന്റെ ഇൻവെസ്റ്റിന്റെ കൂടെ നിന്റെ അളിയനെ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ. അത് ഐഡിയ കറക്റ്റ്. എടാ, അത് നടപടിയാവില്ല. നമ്മളീ കല്യാണം കഴിച്ച് കുറച്ച് നാളിനകത്ത് തന്നെ പോയി വലിയ എമൗണ്ട് പൈസ ആയിട്ടൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അവരെന്താടാ എന്നോട് വിചാരിക്കുക? ഇയാസ് പറഞ്ഞതിലും കാര്യമുണ്ട്. പൊയ്യാപ്പിള തന്നെ, അതിന്റെ എഫക്ട് എന്തായാലും ഉണ്ടാവും. സിജോടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളും പ്രാരബ്ധമൊക്കെ ആയിക്കഴിഞ്ഞാ നിന്റെ കാര്യം കൂതാ ആഹവ. അളിയ, നീ നൈസായിട്ട് ഇപ്പൊ തന്നെ ആ കാര്യം അവതരിപ്പിക്കേ. അതെ, പക്ഷെ എന്നാലും ചോദിക്കാനത് ഒരു ഇതുമില്ല. ഇപ്പൊ ചോദിക്കാൻ പറ്റിയ സമയം. നിനക്ക് ഒറ്റ കളിയല്ലേ ഉള്ളൂ, ചോദിക്കളിയാ. ചോദിക്കടാ. നല്ലോണം ഇളക്കണ്ടേ കുട്ട. അതായത് സൈഡിൽ നിന്നുള്ള കേട്ട് പഠിച്ചു വെച്ചേ. അയ്യോ ഇവൻ എന്തേ കാണിക്കുന്നത്? മാറി ഞാൻ കാണിച്ചു ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണം. ഇങ്ങനെ തന്നെയല്ല ഞാനും ചെയ്തത്. ആണോ? എന്നാ ഒന്നുകൂടെ ചെയ്തേ. അയ്യടാ, ചായ നടവുഞ്ഞ് അവിടെ വെച്ചേക്ക്. ആറിപ്പോടാ. കുഴപ്പമില്ല, അവിടെ വെച്ചേക്ക്. വേണം മേടിച്ച് കുടിച്ചോടാ. ഓ വേണ്ട. ഇളക്ക്. ആ മെടുക്കൻ കണ്ടോ, അവൻ പണിയൊക്കെ പഠിച്ചു. ചാച്ചാ ചാക്കെടുക്ക്, നമുക്ക് നിറയ്ക്കാം. ഓ, ഇതാണ് കഴുകാനുള്ള ഷർട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ജീൻസ് എടുക്കണോ? വേണ്ട. ആ, ചോദിച്ചായിരുന്നു. നിനക്ക് ചോദിച്ചാൽ എന്താ കുഴപ്പം? ഞാനൊരു പണിയെടുത്ത് നമുക്ക് കണ്ടു. ഭയങ്കര പണിയാ ചെയ്യുന്നത്. ഒന്ന് പോയി ചോദിക്കുന്നുണ്ടോ? എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ച ഇതങ്ങോട്ട് കെട്ടിക്കേ. ദേ ചാച്ച, ഓ, ദേ കൊച്ചിന് കുറച്ച് പൈസ വേണമെന്ന് പറയുന്നല്ലോ. പൈസ എന്തിന്? കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റാ. ഇനി അതിനും പൈസ വേണം? ഇതൊന്നും അന്നേരം പറഞ്ഞില്ലായിരുന്നല്ലോ. പൈസ കൊടുത്താൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. 15,000 രൂപ വേണം.
15,000 രൂപ. ചാച്ചനെ ഇല്ലെങ്കിൽ പറ. നാളെ ഞാൻ എൻ്റെ അയൽക്കൂട്ട ലോണിന് ആളെ തികഞ്ഞില്ലെന്ന് പറയുന്നത് കേട്ടു. പെട്ടെന്ന് പറയുകയാണെങ്കിൽ കിട്ടും. നീ ഇത് കെട്ടിക്കേ. എടാ, നിന്റെ ഈ ബൈക്കിന്റെ ലോൺ ഇതുവരെ നമ്മൾ അടച്ചു തീർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി ഇതും കൂടി വേണം അല്ലേ? എല്ലാത്തിനും കൂടെ ഞാൻ മാത്രമല്ലേ ഉള്ളടാ. ചാച്ച അവൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ലേ. ഒരുപാട് അടവൊന്നും ആവില്ല. ഞാൻ നളിനിയോട് സംസാരിച്ചോളാം. മാറാ. കുഞ്ഞതേ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല. അത് പറ്റില്ല. അതെ, ഞാൻ ഞായറാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ. അത്യാവശ്യമായതുകൊണ്ടാ. ആ ആ ശരി. എന്ത് പണിയാ. എന്നെങ്കിലും ഒന്ന് കടയിൽ പോകാൻ പറ്റുമോ? അടുക്കളയിലാണെങ്കിൽ ഒരു വകയില്ല. നിങ്ങൾക്ക് ഇതിന് വല്ല ആക്രിക്കും കൊണ്ടുപോയി കൊടുത്തൂടെ? അതിന് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും. ഇതിന്റെ പുക കൊണ്ട് നാട്ടുകാർക്കല്ലേ കുഴപ്പം. നാട്ടുകാർക്ക് രണ്ടുകളെ പോകാൻ പറ. ഞാനേ എന്റെ പൈസ കൊണ്ടാ ജീവിക്കുന്നത്. നാട്ടുകാരുടെ പൈസയുടെ കാര്യമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. വന്നല്ലോ. അമ്മേ, ഈ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാലോ, പൊളിയാണല്ലോ. ആരുടെടാ? എന്റെ ഫ്രണ്ട് മനു ഇല്ലേ, അവന്റെ. അവന് ജോലിയൊന്നും ആയില്ലല്ലോ, പിന്നെ അവനിത് എങ്ങനെയാ വാങ്ങി? അവന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാ. അമ്മ അച്ഛനോട് പറഞ്ഞു, എനിക്കും കൂടെ പറഞ്ഞു വാങ്ങിച്ചു തരാൻ പറയും. പിന്നെ ഇങ്ങനെ വാങ്ങി തന്നെ നീ വണ്ടി ഓടിച്ചു തന്നെ. കുറച്ച് പൈസ മതിയല്ലോ അമ്മേ, ബാക്കി EMI അടയ്ക്കാലോ. വേണ്ടേ, ഇവൻ പറയുന്നത് കേട്ടില്ലേ നിങ്ങള്? എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് അങ്ങ് വാങ്ങിച്ചാൽ മതി. ഞാനേ അധ്വാനിച്ച് വാങ്ങിച്ചോളാം. എനിക്ക് അഡ്മിഷനുള്ള പൈസ എങ്കിലും തരുമോ? നീ എൻട്രൻസ് ചെയ്ത് മെറിറ്റിൽ അങ്ങ് അഡ്മിഷൻ വാങ്ങിച്ചാൽ മതി. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടുമെന്ന് അമ്മയും മോനും വിചാരിക്കണ്ട. നീ വിഷമിക്കണ്ട മോനെ. എന്റെ വീതം വിറ്റിട്ടാണെങ്കിലും നിനക്കുള്ള കാശ് അമ്മ തരും. സ്റ്റാർട്ടായി. എന്റെ പാന്റ് ഷർട്ടും തേച്ച് വെച്ചേക്കണേ. ഞാൻ വൈകിട്ട് കണ്ടോളാം. നീ പോകുന്നു. എന്തുണ്ട് വിശേഷം? എന്നാ പറയാൻ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നാ. പിന്നെ എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. ഓ ശരി. ചേട്ടന്റെ ചീരക്ക് ഭയങ്കര ഡിമാൻഡ് ആണല്ലേ? കുറച്ച് കൂടുതൽ എത്തിക്കാൻ പറ്റുമോ? അയ്യോ എന്റെ കുഞ്ഞെ, ഇതേ നമ്മുടെ ഈ വാഴക്കൃഷിക്കിടയിൽ ഒരു ഇടക്കൃഷിയായിട്ടേ ചീര നട്ടതേ. ഇത്രേ ഉള്ളൂ, തീർന്നു. ഒടുവിലത്തെ കെട്ടായി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങള് വിത്ത് വിതച്ചിട്ടുണ്ട്. ആയി കഴിയുമ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആയിക്കോട്ടെ, കൊണ്ട്. അല്ല, ഇവിടെ മാത്രമേ തരുന്നുള്ളൂ, വേറെ കൊടുക്കുന്നില്ല.